വെൽക്കം ഓൾ ഓഫ് യു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ 3rd സെമസ്റ്ററിലെ പേപ്പറായിട്ടുള്ള ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്നുള്ള ബുക്കിലുള്ള ബ്ലോക്ക് ഫസ്റ്റിൻ്റെ പേരാണ് ഹ്യൂമനിസം. അപ്പം ആദ്യം തന്നെ നമ്മൾ ഹ്യൂമനിസം എന്താണെന്ന് നോക്കുകയാണ്. ഹ്യൂമനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ മലയാളം മീനിങ് എന്താണ്? മാനവതാവാദം എന്ന് പറയും. അപ്പം മനുഷ്യനെ സെൻറ്ററിൽ നിർത്തിയിട്ട്, മനുഷ്യനെ സെൻറ്റർ ഓഫ് അറ്റൻഷൻ കൊടുത്തിട്ട്, മനുഷ്യനെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നടത്തുന്ന ഒരു ദാർശനിക സമീപനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു ചിന്താഗതിയാണ് എന്ത് പറയുന്നത്, ഹ്യൂമനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഹ്യൂമനിസം എന്നുള്ള മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ മൂല്യങ്ങളും കഴിവുകളും സ്വതന്ത്ര ചിന്ത ആ ശക്തിയെയും ഒക്കെ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഹ്യൂമനിസത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലോക്ക് ഫസ്റ്റ് ഹ്യൂമനിസം, ഇതിൽ യൂണിറ്റ് ഫസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിറ്റ് ഫസ്റ്റിൽ പറയുന്നത് ഫൗണ്ടേഷണൽ ടേംസ് ഓഫ് ഹ്യൂമനിസം. എന്താണ് ഹ്യൂമനിസത്തിൻ്റെ ഫൗണ്ടേഷണൽ ടേംസ് എന്തൊക്കെയാണ്? നമുക്ക് ഒരുപാട് ടേംസ് പഠിക്കാണ്ട് യൂണിറ്റ് ഫസ്റ്റിൽ. അപ്പം ആദ്യത്തെ ടേം നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പം ഫസ്റ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടേമാണ് ശ്രദ്ധ ഓർ കെയർ. കഠോപനിഷത്ത്, ശ്രദ്ധ ഓർ കെയർ അക്കോർഡിംഗ് ടു കഠോപനിഷത്ത്. അപ്പം ഇതെന്താന്ന് നോക്കാം. ശ്രദ്ധ എന്താണ്, കെയർ എന്താ? അതിൻ്റെ മുന്നേ എന്താണ് ഈ കഠോപനിഷത്ത് എന്ന് വെച്ചാൽ, ഈ കഠോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ദാർശനിക ഗ്രന്ഥമാണ് ഇത് കഠോപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു ഭാഗമാണ് ഏത്, ശ്രദ്ധ ഓർ കെയർ. ഈ ബുക്കിൽ എന്ത് പറയുന്നത്, ശ്രദ്ധനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതിലൊരു ഹിസ്റ്ററി, ഒരു സ്റ്റോറി വെച്ചിട്ടാണ് ഈ ശ്രദ്ധ ഓർ കെയർ എന്നുള്ള ടേം എന്ത് ചെയ്യണത്, പരിചയപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ സ്റ്റോറി നോക്കും. ആദ്യം നമ്മൾ എന്താ പഠിക്കുകയാണ്, ശ്രദ്ധ എന്താ അല്ലെങ്കിൽ കെയർ എന്താ എന്നുള്ളത് പഠിക്കുകയാണ്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്ന പോലെ അറ്റൻഷൻ, ശ്രദ്ധ, ആ മീനിങ് ഉണ്ട്. അതുപോലെ കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, പരിചരിക്കുക, പരിപാലനം എന്നുള്ള അർത്ഥത്തിലും നമുക്ക് എന്ത് ചെയ്യുക, ഈ ടേം ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ശ്രദ്ധ. അപ്പോൾ ഇൻ ഇന്ത്യൻ ഫിലോസഫി ശ്രദ്ധ മീൻസ് കെയർ, ഫെയ്ത്ത് ആൻഡ് അറ്റൻഷൻ. എന്താണ് ഇന്ത്യൻ ദർശനത്തിൽ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്, കെയർ എന്ന് പറയാം, അല്ലെങ്കിൽ ഫെയ്ത്തിന് എന്താണ്, വിശ്വാസം എന്നുള്ള അർത്ഥമുണ്ട്, ശ്രദ്ധ എന്നുള്ള അർത്ഥമുണ്ട്. ആൻഡ് അറ്റൻഷൻ മീൻസ് ശ്രദ്ധ. അപ്പോൾ കെയറും ഫെയ്ത്തും അറ്റൻഷനും കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് കമ്പൈൻസ് ട്രസ്റ്റ്, സിൻസിയറിറ്റി ആൻഡ് ഫോക്കസ്ഡ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഈ ശ്രദ്ധ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ വിശ്വാസത്തെയും സമർപ്പണത്തെയും കരുണയെയും ഒക്കെ തുടങ്ങിയ തത്വങ്ങളൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇവയൊക്കെ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ശ്രദ്ധ ഉണ്ടാവുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ലേണിംഗ്, ലിവിങ് ആൻഡ് ബിൽഡിംഗ് റിലേഷൻഷിപ്സ് വിത്ത് അതേഴ്സ്. അപ്പം ഈ ശ്രദ്ധ എന്നുള്ള ക്വാളിറ്റി മനുഷ്യന് ആവശ്യമാണ്. എന്തിലൊക്കെ? അവൻ്റെ പഠനത്തിൽ അവനക്ക് ആവശ്യമാണ്. അതുപോലെ അവൻ്റെ നിത്യജീവിതത്തിൽ അവനക്ക് എന്താവശ്യമാണ്, ശ്രദ്ധ എന്നുള്ള ക്വാളിറ്റി ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ബന്ധം പുലർത്തുന്നതിന് ബന്ധം ഉണ്ടാക്കുന്നതിന് നമുക്ക് എന്താവശ്യമാണ്, ശ്രദ്ധ എന്നുള്ള ക്വാളിറ്റി. വിച്ച് മീൻസ് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് പഠിക്കും. അപ്പോൾ പറയും, അടുത്തത് നോക്കുക, അതിലുണ്ട് ശ്രദ്ധ ആൻഡ് ട്രസ്റ്റ് ഇൻ ലേണിംഗ്. പഠനത്തിലിപ്പം നമ്മൾ ഈ ശ്രദ്ധൻ്റെ റോൾ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയണത്. ട്രസ്റ്റ് ഇൻ എ ടീച്ചർ ഹെൽപ്സ് ഗ്രോത്ത് ഇൻ നോളജ്. നമുക്കറിയാം, നമ്മൾ പഠനം തുടങ്ങുന്നത് ആദ്യം നമ്മുടെ പാരൻസിൽ നിന്ന് പഠിക്കും, പക്ഷെ ഒഫീഷ്യലി നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ടീച്ചേഴ്സിൽ നിന്നാണ് അല്ലേ. ടീച്ചേഴ്സിന് നമുക്ക് ടീച്ചേഴ്സിനോടൊരു വിശ്വാസം വേണം. അപ്പോൾ അവരോടുള്ള ഒരു വിശ്വാസം അതെന്തിനെ സഹായിക്കും എന്നാണ് പറയണത്, നമ്മുടെ നോളജിൻ്റെ വളർച്ചയെ സഹായിക്കും. നമ്മുടെ അറിവിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് എന്താവശ്യമാണ്, ടീച്ചറിലുള്ള ട്രസ്റ്റ് ആവശ്യമാണ്. ദിസ് ഫെയ്ത്ത്, ശ്രദ്ധ മേക്സ് ലേണിംഗ്. ആ ഒരു ഫെയ്ത്താണ് യഥാർത്ഥത്തിൽ എന്തുണ്ടാക്കുന്നത്, നമ്മുടെ ലേണിങ് പോസിബിൾ ആക്കുന്നത്. അപ്പോൾ ലേണിങ് എന്താക്കുന്ന പറയണത്, നമ്മുടെ ലേണിങ് ഈസിയർ ആവണമെങ്കിൽ, സ്മൂത്തർ ആവണമെങ്കിൽ, ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ കഴിയണമെങ്കിൽ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഡിഫിക്കൽട്ട് അല്ലാത്ത രീതിയിൽ സ്മൂത്തറായിട്ട് പഠനം നടക്കണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മോർ മീനിങ് ഫുള്ള്, കൂടുതൽ അർത്ഥവത്തായിട്ടുള്ള പഠനം പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ക്വാളിറ്റി ആവശ്യമാണ്, ശ്രദ്ധ എന്നുള്ള ക്വാളിറ്റി ആവശ്യമാണ്. സ്റ്റുഡൻസ് നീഡ് ബിലീഫ് ഇൻ ഒതൻറ്റിക് സോഴ്സസ് ആൻഡ് ഇൻറ്റൻറ്റ് ടു ലേൺ. അവർക്ക്
നമ്മൾ എന്താണ് പഠിക്കണമെന്നുള്ള ശ്രദ്ധ വേണം അല്ലേ? എന്താണ് പഠിക്കുന്ന ഇതിലേക്കുള്ള ശ്രദ്ധ വേണം, ശ്രദ്ധിച്ചിട്ട് പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന ഗുരുവിന്മേൽ ഉണ്ടാവണം, ഒരു ട്രസ്റ്റ് ഉണ്ടാവണം. അതുപോലെ എന്തും വേണം, നല്ലൊരു ആഗ്രഹം വേണം, പഠിക്കണം എന്നുള്ള ഒരാഗ്രഹം വേണം. ഇത് മൂന്നുണ്ടായാൽ മാത്രമേ നമ്മുടെ ലേണിംഗ് എന്താവുള്ളൂ, ഈസിയർ ആവുള്ളൂ, സ്മൂത്തർ ആവുള്ളൂ, മോർ മീനിങ് ആവുള്ളൂ. അപ്പോൾ ഇതാണ് ലേണിങ്ങിൽ ശ്രദ്ധൻ്റെ റോള്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ശ്രദ്ധ ഇൻ ഡെയിലി ലൈഫ് ആൻഡ് ലേണിംഗ്. നമ്മുടെ നിത്യജീവിതത്തിൽ ശ്രദ്ധൻ്റെ റോൾ എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ ലേണിങ്ങിലും. മോസ്റ്റ് നോളജ് കംസ് ഇൻഡയറക്ട്ലി ത്രൂ ടീച്ചേഴ്സ്, ടെക്സ്റ്റ്, ഒബ്സർവേഷൻ അല്ലേ? നമുക്ക് ഒരുപാട് അറിവുകളുണ്ട്. ആ അറിവുകളൊക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഒന്നെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് എന്താണ് പഠിപ്പിച്ച് തരുന്നത് അല്ലേ? അതുപോലെ ടെക്സ്റ്റ്, പല പുസ്തകങ്ങളും വായിച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ നമ്മൾ ഒബ്സർവേഷൻ, നമ്മുടെ ചുറ്റിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിച്ചിട്ട് കണ്ടെത്തുന്നത്. ഈ മൂന്ന് രീതിയിലാണ് നമുക്ക് കൂടുതലായിട്ട് എന്ത് കിട്ടുന്നത്? അറിവ് കിട്ടുന്നത് അല്ലേ? ഡയറക്റ്റ് നോളജ് ഈസ് റയർ, റിക്വയർസ് എവിഡൻസ് ആൻഡ് എൻക്വയറി. നമ്മൾ നേരിട്ട് നമുക്ക് എന്ത് കിട്ടുന്നില്ല, അറിവ് കിട്ടുന്നത് കുറവാണ്. നമ്മൾ മറ്റുള്ളവർ വഴി അല്ലെങ്കിൽ ടെക്സ്റ്റ് വഴി, ഒബ്സർവേഷൻ വഴി അല്ലെങ്കിൽ ടീച്ചേഴ്സ് വഴിയൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അറിവ് കിട്ടുന്നത്. അപ്പോൾ ഇൻ ഏർലി ലേണിംഗ് സ്റ്റുഡൻസ് മസ്റ്റ് ട്രസ്റ്റ് പ്രിസെപ്റ്റേഴ്സ്. അപ്പോൾ ഈ നമ്മുടെ പഠിക്കുമ്പോൾ പഠനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ എന്തായാലും ആരെ ട്രസ്റ്റ് ചെയ്യണം? ആരാണ് നമുക്ക് വിവരം കൈമാറുന്നത് ട്രസ്റ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ലേണിംഗ് എന്ത് ചെയ്യുള്ളൂ? എഫക്റ്റീവ് ആവുള്ളൂ. അപ്പം നേരിട്ട് സ്വയം അറിവ് കണ്ടെത്തി പഠിക്കുക എന്നുള്ളത് അതിൻ്റെ സാധ്യത വളരെ കുറവാണ്. നിരന്തരമായ നിരീക്ഷണവും തെളിവുകളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ നേരിട്ട് പഠിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ടീച്ചേഴ്സിൻ്റെ ടെക്സ്റ്റിൻ്റെ ഒബ്സർവേഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. അപ്പോൾ തുടക്കകാലത്ത് എന്ത് ചെയ്യണം? പഠനത്തിൻ്റെ തുടക്കകാലങ്ങളിൽ ഒരു വിദ്യാർത്ഥിക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്നത് ആരെയാണ്? അവൻ്റെ ഗുരുവിനാണ് അല്ലേ? ഇതാണ് നമ്മുടെ ഈ സ്ലൈഡിൽ പറയുന്നത് ശ്രദ്ധ ഇൻ ഡെയിലി ലൈഫ് ആൻഡ് ലേണിംഗ്. ഇനി നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഈ ടേം പഠിക്കുന്നത് കഠോപനിഷത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അല്ലേ? കഠോപനിഷത്തിൽ പറയുന്നുണ്ട് ശ്രദ്ധൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾക്ക് കാണിക്കാനാണ് ടെക്സ്റ്റിൽ നമുക്ക് ഈ സ്റ്റോറി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക എന്താണെന്നുള്ളത്. നമ്മൾ പറഞ്ഞു കഠോപനിഷത്ത് പറഞ്ഞാൽ ഒരു ദാർശനിക ഗ്രന്ഥമാണ് കഠോപനിഷത്ത്. അതിൽ പറയുന്നൊരു ചെറിയ സ്റ്റോറിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റോറി ഓഫ് എ കിങ് വാജശ്രവ പെർഫോമിംഗ് എ യജ്ഞ സാക്രിഫൈസ് ഗീവ്സ് അവേ ഓൾഡ് യൂസ്ലെസ് കൗസ് എ സൈൻ ഓഫ് ഡിസ്ഹോണസ്റ്റി. നച്ചികേത ഹിസ് സൺ ക്വസ്റ്റ്യൻസ് ടു ഹൂം വിൽ യു ഗിവ് മീ. അപ്പോൾ ഇതിലെന്താ പറയുന്നത് വെച്ചാൽ വാജശ്രവസ് എന്നുള്ള ഒരു രാജാവുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണെന്ത്? നച്ചികേത. നച്ചികേത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകനാണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു വിശ്വജിത്ത് ഒരു യാഗം ചെയ്യാണ്. ആ യാഗത്തിൻ്റെ പേരാണ് വിശ്വജിത്ത്. അപ്പോൾ ഈ യാഗം ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്? ഈ യാഗം എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹത്തിന് സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിശ്വജിത്ത് യാഗം ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വർഗം ലഭിക്കണമെങ്കിൽ, ഈ യാഗം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും ദാനം നൽകണം. അപ്പോൾ മുഴുവൻ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസും ദാനം നൽകിയാൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റുക? ഈ യജ്ഞ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അദ്ദേഹം അങ്ങനെ ദാനം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പഴയ പശുക്കൾ, കൗസ്, അവയൊക്കെ പഴയതെന്ന് പറഞ്ഞാൽ അവർക്ക് അവരിപ്പം നേരെ ഫുഡൊന്നും കഴിക്കൂല, വീക്കായിട്ടുള്ള പാല് തരാത്ത പശുക്കളാണ്. അപ്പം അവരൊക്കെ ദാനം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആര്? ഈ രാജാവിൻ്റെ പേരാണ് വാജശ്രവ കേട്ടോ. അപ്പോൾ വാജശ്രവ ഇതൊക്കെ ദാനം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ മകന് ഒരു ഡൗട്ട് വരികയാണ്. നച്ചികേതക്ക് ഒരു ഡൗട്ട് വരികയാണ്. കാരണം ഈ പശുക്കളെ കൊണ്ടൊന്നും ആർക്കും ഒരു ഉപകാരമില്ല. ഒരു ഉപകാരവും ഇല്ലാത്ത പശുക്കളെ എന്തിന് ദാനം ചെയ്യണം? അതുകൊണ്ട് എന്താ കാര്യം എന്ന് ആര് ചിന്തിക്കുകയാണ്. നമ്മുടെ നച്ചികേത ചിന്തിക്കുകയാണ്. മാത്രമല്ല തിരിച്ച് അച്ഛനോട് ചോദിക്കുകയാണ്. ആ അച്ഛൻ്റെ പ്രോപ്പർട്ടി തന്നെയാണല്ലോ നച്ചികേതയും. നിങ്ങൾ എന്നെ ആർക്കാണ് നൽകുന്നത് എന്നും കൂടി തിരിച്ചാരോട് ചോദിക്കുകയാണ്? അച്ഛനോട് ചോദിക്കുകയാണ്. അപ്പം ഈ ചോദ്യം കേൾക്കുമ്പോൾ അച്ഛൻ എന്ത് പറയും? നിന്നെ ഞാൻ യമന് കൊടുക്കുകയാണെന്ന് പറയും. നിന്നെ ഞാൻ യമന് ദാനം കൊടുക്കാമെന്ന് പറയും. മരണത്തിൻ്റെ
ദേവനായിട്ടുള്ള യമനാണ് നിന്നെ ദാനം ചെയ്യുന്നത് എന്ന് പറയും. അപ്പോൾ നചികേത എന്ത് ചെയ്യും? ഇത് വിശ്വസിച്ചിട്ട് ആരുടെ അടുത്ത് പോവാണ്? യമൻ്റെ അടുത്ത് പോവും. അപ്പം ചെല്ലുമ്പം യമൻ അവിടെ ഉണ്ടാവില്ല. അപ്പം യമനെ വെയിറ്റ് ചെയ്യും. അപ്പം യമനെ വെയിറ്റ് ചെയ്യണമെങ്കിൽ എന്തോ നമ്മൾ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് എന്താണ്, ഭക്ഷണമൊന്നും കഴിക്കാതെ യമന് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ സമയത്ത് നചികേത ചലഞ്ചസ് ഹിസ് ഫാദേഴ്സ് ഇൻ സിൻസിയറിറ്റി. അപ്പം എന്താണ്, ഫാദർ ആത്മാർത്ഥതയില്ലാതെ എന്താണ് ഒരു ഉപയോഗമില്ലാത്ത പശുക്കളൊക്കെ ദാനം ചെയ്യുന്നതിന് ആര് ക്വസ്റ്റ്യൻ ചെയ്തു? നചികേത. ഷോസ് കൺസേൺ ഫോർ പീപ്പിൾ ആൻഡ് അനിമൽസ് റിസീവിങ് പുവർ ഗിഫ്റ്റ്. എന്താണ്, ഒരു ഉപകാരമില്ലാത്ത ഗിഫ്റ്റാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നതെന്ന് പറയും. അപ്പം നമ്മൾ സ്റ്റോറി നിർത്തി അല്ലേ. അപ്പം എന്താണ്, പിന്നീട് എന്താണ്, നമ്മുടെ നചികേത യമനെ ആയിട്ട് മീറ്റ് ചെയ്യും. എന്നിട്ട് യമനോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എന്താണ് ലൈഫ് ആഫ്റ്റർ ഡെത്ത്, എന്താണ്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ആർക്ക് വരികയാണ്? നചികേതക്ക് വരികയാണ്. അങ്ങനെ യമൻ എന്താണ്, ഇവരുടെ ക്വസ്റ്റ്യനിൽ ഇമ്പ്രസ്ഡ് ആവുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ സ്റ്റോറി പോകുന്നത്. അപ്പം നമുക്ക് ഈ ഭാഗം നമ്മൾ നോക്കുന്നത് എന്തിനാ വെച്ചാൽ ശ്രദ്ധ, നചികേതൻ്റെ ലൈഫിൽ എത്രത്തോളം ഈ ശ്രദ്ധ എന്നുള്ള ക്വാളിറ്റി. അങ്ങനെ പിന്നീട് യാമനെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം നചികേത സെൻഡ് ടു യാമ. നചികേതന് ആരുടെ അടുത്ത് പോവാണ്? യാമൻ്റെ അടുത്ത് പോവാണ്. ദ ഗോഡ് ഓഫ് ഡെത്ത് ദേവൻ എന്നാണ് ആര്? യാമ. അപ്പം മരണദേവൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടും എന്ന് അച്ഛൻ പറഞ്ഞല്ലോ. അങ്ങനെ നചികേത യാമൻ്റെ അടുത്ത് പോവാണ്. ഈ വെയിറ്റ്സ് പേഷ്യൻലി. അദ്ദേഹം ചെന്നപ്പോൾ അവിടെ ഇല്ലല്ലോ. അങ്ങനെ എന്താണ്, ക്ഷമയോടെ കാത്തു നിന്നു. ദെൻ ക്വസ്റ്റ്യൻസ് യാമ ഓൺ. പിന്നെ യാമ വന്നിട്ട് എന്താണ്, യാമനോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എന്തിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കണേ? നമ്മുടെ ജീവിതത്തിനെ കുറിച്ചിട്ടും ലൈഫിൻ്റെ റിയാലിറ്റീസ്, മരണം, എറ്റേണൽ ട്രൂത്ത്, മരണത്തിന് ശേഷം നമുക്കൊരു ലൈഫ് ഉണ്ടോ, അതെങ്ങനെയാവോ, അതിനെക്കുറിച്ചൊക്കെ ഡൗട്ട് ചോദിക്കുകയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് യാമനോട് ചോദിക്കുകയാണ്. കോൺവെർസേഷൻ ടേൺ ഇൻ ടു സ്പിരിച്വൽ എൻക്വയറി. അങ്ങനെ കുറേ സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള കുറേ കാര്യങ്ങളും ചോദിച്ചു. അങ്ങനെ അപ്പം ഇതാണ്. എന്നിട്ട് എന്താണ്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടിട്ട് യാമ ആരിൽ ഇംപ്രസ്ഡ് ആവുകയാണ്? നചികേതയിൽ ഇംപ്രസ്ഡ് ആവുകയാണ്. അപ്പോൾ നചികേത ആസ് എ സിമ്പിൾ ഓഫ് ശ്രദ്ധ. അപ്പം ഇവിടെ നമ്മൾ ഈ സ്റ്റോറി കൊടുക്കാൻ കാരണം എന്താണ്, ഈ ശ്രദ്ധയും നചികേതൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഇവിടെ നമുക്ക് ശ്രദ്ധനെ കാണാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ നോക്കാം. നചികേതക്ക് എന്തുണ്ട്? ക്യൂരിയോസിറ്റി ഉണ്ട്. കാര്യങ്ങൾ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതുപോലെ ധൈര്യത്തോടെ കറേജ് ഉണ്ട് അല്ലേ, ധൈര്യം ഉണ്ട്. ഇപ്പം അച്ഛനോടാണെങ്കിലും പിന്നെന്താണ്, ഇപ്പം മരണദേവനോടൊക്കെ എന്താണ്, അവരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ ചോദിച്ചു. അതേപോലെ എത്തിക്കൽ അവയർനെസ് ഉണ്ട്. എന്ത് ചെയ്യണം, എന്താണ് ശരി, എന്താണ് തെറ്റ്, അതൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുള്ള ധൈര്യമുണ്ട്. ഹി ക്വസ്റ്റ്യൻസ് ഫാൾസ്ഹുഡ് ആൻഡ് സീക്സ് വിസ്ഡം. തെറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിലുള്ള നന്മ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ എന്താണ്, യാമ പ്രൈസസ് ഹിം ഫോർ ഹിസ് ഫെയ്ത്ത് ആൻഡ് ക്ലാരിറ്റി. ഈ മരണദേവനടക്കം നചികേതൻ എന്ത് ചെയ്യാണ്, അനുഗ്രഹിക്കണം, പ്രൈസ് ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ ആ ഫെയ്ത്തും ക്ലാരിറ്റിയും കാരണം നമ്മുടെ യാമ അടക്കം ആരെ പ്രൈസ് ചെയ്യാണ്? നചികേതനെ പ്രൈസ് ചെയ്യണം. അപ്പം നമ്മൾ ഈ പഠിച്ച ശ്രദ്ധ എന്ന ക്വാളിറ്റിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ ആരെ കാണിക്കുന്നത്? നചികേതനെ കാണിക്കുന്നത്. അപ്പോൾ ശ്രദ്ധയും ഹ്യൂമാനിറ്റിയും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത്? ശ്രദ്ധ ഇൻ നചികേത ട്രൂ ഹ്യൂമാനിറ്റി. അപ്പം നചികേതൻ്റെ ആ ശ്രദ്ധ എന്നുള്ള ക്വാളിറ്റി എന്തിനു ആവശ്യമാണ്? ഒരു യഥാർത്ഥ മനുഷ്യത്വത്തിന് ആവശ്യമാണ്, ഒരു ഹ്യൂമാനിറ്റിക്ക് ആവശ്യമുള്ള ക്വാളിറ്റിയാണ്. അപ്പം ഇതിലെന്തൊക്കെ ഉണ്ട്? നമ്മൾ പറഞ്ഞു കെയർ ഉണ്ട് അല്ലേ, കെയർ ഉണ്ട്. ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശന ചിന്ത അല്ലേ, നമുക്ക് എന്തും ശരിയല്ല എന്ന് തോന്നുന്നത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ട്. പിന്നെ അലിവുണ്ട്. പിന്നെ മോറലായിട്ടുള്ള സ്ട്രെങ്ത്. ഇതൊക്കെ കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ശ്രദ്ധ എന്ന് പറയുന്നത്. ഈ ക്വാളിറ്റീസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ഏത് ക്വാളിറ്റി ഉണ്ടാവുന്നത്? ശ്രദ്ധ എന്നുള്ളത്. ഇറ്റ് എൻകറേജസ് അസ് ടു കെയർ, ക്വസ്റ്റ്യൻ ആൻഡ് ഗ്രോ വൈസ്ലി. അപ്പം നമ്മൾ മുന്നോട്ട് ശ്രദ്ധയോടെ ക്വസ്റ്റ്യൻ ചെയ്ത് ശരിയും തെറ്റൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ ഈ ക്വാളിറ്റിയിലൂടെ മനുഷ്യനെ ഈ ക്വാളിറ്റി സഹായിക്കും എന്നാണ് ഈ ചാപ്റ്റർ പറയുന്നത്. അപ്പം ഇതിൽ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലേണിംഗ്, ജസ്റ്റിസ്, വിസ്റ്റത്തിനൊക്കെ സഹായിക്കും. പിന്നെ കഠോപനിഷത്ത് നമ്മൾ എന്താ ടീച്ച് ചെയ്യണത്? കെയറിങ് ഡീപ്ലി ലീഡ്സ് ടു നോവിങ് ഡീപ്ലി. നമ്മൾ ഡീപ്പായിട്ട് കെയർ ചെയ്താൽ നമുക്ക് നമ്മൾ ആ ക്വാളിറ്റി ഡീപ്പായിട്ട്, ശ്രദ്ധ എന്നുള്ള ക്വാളിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡീപ്പായിട്ടുള്ള നോളജും കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമ്മുടെ
ശ്രദ്ധ. എന്താണ് ശ്രദ്ധ എന്നുള്ളത് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്താണ് അടുത്ത ടൈം ഡിസ്കസ് ചെയ്യട്ടും. താങ്ക് യു ഓൾ ഓഫ് യു.